നമസ്കാരം. പ്രധാന വാർത്തകൾ. ജയിൽ ചാടി പിടിയിലായ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ഇനി വിയൂരിലെ അതീവ സുരക്ഷാ സെല്ലിൽ. കണ്ണൂരിൽ നിന്ന് രാവിലെ മാറ്റി വിയൂരിൽ പാർപ്പിക്കുക ഏകാന്ത സെല്ലിൽ. ജയിൽ ചാടിയത് വൻ കവർച്ച ലക്ഷ്യമിട്ടാണെന്നും പാലക്കാടുള്ളയാളെ ഫോണിൽ വിളിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ട്. കണ്ണൂർ ജയിലിലെ ഗുരുതര പാളിച്ച പുറത്തുവിട്ട ന്യൂസ് 18. കൊടും കുറ്റവാളികളുടെ ബ്ലോക്കിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസത്തിൽ വീഴ്ച. താരസംഘടനയ്ക്ക് പുറമെ നിർമ്മാതാക്കളുടെ സംഘടനയിലും തെരഞ്ഞെടുപ്പ് പോരാട്ടം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകാൻ സാന്ദ്ര തോമസ് എത്തിയത് പർദ്ദ ധരിച്ച്. സംഘടന പുരുഷന്മാരുടെ കുത്തകയെന്ന് സാന്ദ്ര. അധികാരം പിടിച്ച അസോസിയേഷനെ ശുദ്ധീകരിക്കും. ന്യൂസ് 18 ചർച്ചയിൽ പരസ്പരം കൊമ്പുകോർത്ത് സാന്ദ്രയും ലിസ്റ്റിൻ സ്റ്റീഫനും. ഒരാൾ ഒരു കാര്യം പറയുമായിരിക്കും, അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റായിട്ട് ചിലപ്പോൾ ഒരു ഹ്യൂമർ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമായിരിക്കുമല്ലോ. ഇത്രയും മോശമായിട്ട് ഒരു സ്ത്രീയോട് കമന്റ് ചെയ്യുന്നത് ലിസ്റ്റിനല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അത് തമാശയാണെന്ന് പറയാനായിട്ട് ഒരു അസോസിയേഷന്റെ ട്രഷററായിട്ടിരിക്കുന്ന ലിസ്റ്റിന് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പാർട്ടി വേദികളിൽ നിന്ന് കോൺഗ്രസ് അകറ്റി നിർത്തുമ്പോൾ ശശി തരൂരിന് ഇടം നൽകി ക്രൈസ്തവ സഭകൾ. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയിൽ സണ്ണി ജോസഫിനൊപ്പം വേദി പങ്കിട്ടു. തരൂരിന് സ്ഥാനം നൽകണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമെന്ന് കർദിനാൾ ആലഞ്ചേരി. തരൂർ കോസ്മോപൊളിറ്റൻ എന്ന പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി തരൂരിന്റെ പ്രസംഗം. എട്ടാം ക്ലാസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര സ്കൂളിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. CPM ലോക്കൽ കമ്മിറ്റി നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. ഭരണം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി ഉത്തരവ്. ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നടപടി ഉറപ്പെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായി. പാലക്കാട് തച്ചമ്പാറയിൽ വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരുക്ക്. പലയിടങ്ങളിലും റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങി. പറമ്പിക്കുളം, ആളിയാർ, തെന്മല, പരപ്പാർ ഡാമുകൾ തുറന്നു. വിശദമായ വാർത്തയിലേക്ക്. കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റി. രാവിലെ 7:15 കണ്ണൂരിൽ നിന്നും ഇയാളെ മാറ്റിയത്. ഇനി വിയൂരിലെ ഏകാന്ത സെല്ലിലാകും ഗോവിന്ദച്ചാമി കഴിയുക. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ ഗോവിന്ദച്ചാമിയുടെ ഇനിയുള്ള നാളുകൾ രാജ്യത്തെ തന്നെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നായ വിയൂരിൽ. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്നയിടം. ഇവിടത്തെ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുന്നത്. ശക്തമായ നിരീക്ഷണ സംവിധാനമുണ്ടിവിടെ. ജയിൽ ചാട്ടമടക്കമുള്ള വീഴ്ചയുണ്ടാകാതിരിക്കാൻ മുൻകരുതലും. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള വിയൂരിൽ 125 കൊടും കുറ്റവാളികൾ മാത്രമാണുള്ളത്. 4.2 മീറ്ററാണ് സെല്ലിന്റെ ഉയരം. ഫാനും കട്ടിലും CCTV നിരീക്ഷണവുമുണ്ട്. സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം സെല്ലിലെത്തിക്കും. 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലാണ് ചുറ്റുമതിലുള്ളത്. മതിലിൽ നിന്നും 50 മീറ്റർ അകലെയാണ് ജയിൽ കെട്ടിടം. കോടതി നടപടികൾക്ക് പോലും പുറത്തിറങ്ങാതിരിക്കാൻ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിലൂടെ വിയൂരിൽ വിചാരണ നടത്താം. ടെലിമെഡിസിൻ സംവിധാനവുമുണ്ട്. 250ഓളം CCTVകളാണ് ഇവിടെ നിരീക്ഷണത്തിനുള്ളത്. ന്യൂസ് 18 വിയൂർ. ഗോവിന്ദച്ചാമി ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ട്. ഗോവിന്ദച്ചാമിയുടെ സഹതടവുകാരെ ചോദ്യം ചെയ്യും. ജയിൽ ചാട്ടത്തിൽ ഗോവിന്ദച്ചാമിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷാ ബ്ലോക്കുകളിൽ ജീവനക്കാരെ നിയോഗിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി. അതീവ സുരക്ഷയ്ക്കായി നിയമിച്ച വാർഡന്മാരെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ജയിൽ ചാട്ടത്തിന് ആരുടെയും സഹായം ലഭിച്ചില്ലെന്ന ഗോവിന്ദച്ചാമിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒരു സഹതടവുകാരന് മാത്രമേ ജയിൽ ചാടലിനെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂവെന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്നുമാണ് മൊഴി. ജയിൽ ചാട്ടത്തിന് 4ഓളം സഹതടവുകാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിലെ വിലയിരുത്തൽ. സഹതടവുകാരെ ചോദ്യം ചെയ്യും. ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭിച്ചെന്ന സംശയവും ബലപ്പെടുകയാണ്. പുറത്തിറങ്ങി വലിയ കവർച്ചയും ഗോവിന്ദച്ചാമി പദ്ധതിയിട്ടിരുന്നു. ഇത് സംബന്ധിച്ച് പാലക്കാടുള്ള ഷെൽവൻ എന്നയാളുമായി ജയിലിൽ നിന്നും മൊബൈൽ ഫോണിൽ സംസാരിച്ചു. ഇതിന്റെ ശാസ്ത്രീയ തെളിവുകൾ പോലീസ്
ശേഖരിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം കൂടുതൽ വകുപ്പ് ചുമത്തി. നിലവിൽ ജയിൽ ചാട്ടം 6 മാസം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്. ജയിലിലെ അഴിമുറിച്ചതിനാണ് ഗുരുതര വകുപ്പ് ചുമത്തിയതോടെ ശിക്ഷാ കാലയളവ് കൂടുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വാർഡർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിലുണ്ടായ ഗുരുതരമായ ജാഗ്രതക്കുറവ് ഗോവിന്ദച്ചാമിക്ക് സഹായകമായി. കൊടും കുറ്റവാളികളുള്ള 10ാം ബ്ലോക്കിൽ അതീവ സുരക്ഷയ്ക്കായി നിയമിച്ച വാർഡർമാരെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. സർവീസിൽ നിന്ന് വിരമിച്ച സൈനികരായ 14 പേരെയാണ് ഇവിടെ നിയമിക്കുന്നത്. ജില്ലാ സൈനിക് ബോർഡിൽ നിന്നാണ് ഇത്തരം ജീവനക്കാരുടെ നിയമനം. ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും 4 ജീവനക്കാരുമാണ് സ്ഥിരമായി ജോലിയിൽ വേണ്ടത്. എന്നാൽ ബ്ലോക്കിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട വാർഡർമാരുടെ ജോലി ജയിലിലെ മറ്റിടങ്ങളിലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 കാസർഗോഡ്. 2 കൈകളുള്ള ആളുകൾ ചെയ്യുന്നതെന്തും ഗോവിന്ദച്ചാമിക്ക് ഒരു കൈകൊണ്ട് ചെയ്യാൻ ശേഷിയുണ്ടെന്ന് ഫോറൻസിക് സർജനും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോറൽസ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്കെതിരെ ഹിതേഷ് ശങ്കർ നൽകിയ പരിശോധനാ റിപ്പോർട്ടും മൊഴിയുമാണ് ശിക്ഷ ഉറപ്പാക്കിയത്. ജീവിതാവസാനം വരെ ഇയാൾ ജയിലിൽ കിടക്കേണ്ടത് പൊതുസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും ഹിതേഷ് ശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് തടവ് ശിക്ഷ വാങ്ങിക്കൊടുത്തത് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ മൊഴിയും റിപ്പോർട്ടുമായിരുന്നു. ഇത്തരമൊരു കൃത്യം ചെയ്യാൻ ഗോവിന്ദച്ചാമിക്കാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. ഇന്നിപ്പോൾ ഡോക്ടർ ഹിതേഷ് ശങ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശശി തരൂരിനെ പുകഴ്ത്തി ജോർജ് ആലഞ്ചേരിയും പാലാ ബിഷപ്പും. എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പ്രതിഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നെന്ന് ജോർജ് ആലഞ്ചേരി പറഞ്ഞു. പുതിയ വാക്കുകൾ കണ്ടെത്തുന്നതിൽ പ്രതിഭയാണ് ശശി തരൂരെന്നും ആ നിലയിൽ ഗ്രേറ്റസ്റ്റ് വേൾഡ് സ്മിത്താണ് തരൂരെന്നും പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ബഹുമാന്യനായ ശശി തരൂര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം തൻ്റെ ചിന്തകളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു കോസ്മോപൊളിറ്റൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നിയോളജിസം ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പുത്തൻ വാക്കുകൾ കണ്ടുപിടിച്ച് പുതിയ ആശയങ്ങൾ കൊണ്ട് നിർമ്മിതി നടത്തുന്നയാളാണ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വേൾഡ് സ്മിത്ത് എന്ന് വേണമെങ്കിലും അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. മിഥുൻ കേരളത്തിന്റെ മകനാണെന്നും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ക്ലാസ് റൂമിന് സമീപത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു മിഥുൻ എന്ന 13-കാരന് ഷോക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ടത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത്. തേവലക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ മാനേജറും CPM മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ G തുളസീധരൻ പിള്ള നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ മാനേജ്മെന്റിന്റെ 11-അംഗ ജനകീയ സമിതിയിൽ എല്ലാവരും CPM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ്. ഈ സമിതിയെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. KER ചാപ്റ്റർ 3(9) പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് 7 പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. അതേസമയം സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാനേജർ R തുളസീധരൻ പിള്ള വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പാലക്കാട് പറമ്പിക്കുളം ആളിയാർ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി. ഒലവക്കോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. കോഴിക്കോട് കൊടിയത്തൂരിൽ മരം വീണ വീട് തകർന്നു. പത്തനംതിട്ടയിലും വ്യാപകമായി മരങ്ങൾ കടപുഴകി. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഇതിന്റെ സ്വാധീന ഫലമാണ് മഴ. പാലക്കാട് പറമ്പിക്കുളം ആളിയാർ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി.
പറമ്പിക്കുളം ഡാമിന്റെ 3 സ്പിൽവേ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. സെക്കൻഡിൽ 1191 ഘനയടി വെള്ളമാണ് ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്നത്. ആളിയാർ ഡാമിന്റെ 11 ഷട്ടറുകളും 12 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ 2457 ഘനയടി വെള്ളം തുറന്നുവിടുന്നുണ്ട്. ചിറ്റൂർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ആളിയാർ ഡാം തുറന്നതോടെ പറളി ഓടന്നൂർ നിലംപതി പാലം മുങ്ങി. ശക്തമായ കാറ്റിൽ പാലക്കാട് തച്ചമ്പാറ കുന്നംതിരുത്തിയിൽ വീട്ടിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. സരോജിനി, അർച്ചന എന്നിവർക്കാണ് പരിക്കേറ്റത്. എലപ്പുള്ളി മണിയേരി പച്ചരിക്കുളമ്പിൽ ബി രാമചന്ദ്രന്റെ വീടിന്റെ പിൻവശത്തെ ചുവരിടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. പാലക്കാട് മംഗലം ഡാം ചിറ്റടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഒലവക്കോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. VK ശ്രീകണ്ഠൻ MP-യുടെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ ചെലവാക്കി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്നത്. മണ്ണാർക്കാട് അലനല്ലൂർ അഗളി സബ്സ്റ്റേഷൻ പരിധിയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. അട്ടപ്പാടി താവളം മുള്ളി റോഡിൽ കൂറ്റൻ പോസ്റ്റ് റോഡിന് കുറുകെ വീണ് ഏറെ നേരം തടസ്സപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലും വ്യാപക നാശനഷ്ടമാണ്. പന്തളം പൂഴിക്കാട്ട് സർക്കാർ UP സ്കൂൾ മുറ്റത്ത് ചുവട് ദ്രവിച്ചു നിന്ന മരം കടപുഴകി. റാന്നി, അടൂർ, കോന്നി, വടശ്ശേരിക്കര, പന്തളം, കടമ്മനിട്ട, നാരങ്ങാനം, കല്ലറക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മരം വീണു. 400ഓളം വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി. കൃഷിനാശവും വ്യാപകമാണ്. കൊല്ലം തെന്മല പരപ്പാർ ഡാമിന്റെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്നു. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം മൈസൂർ പട്ടയിൽ കണ്ടർപള്ളിയിൽ കൃഷ്ണന്റെ വീട് ശക്തമായ കാറ്റിൽ മരം വീണ് തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പട്ടികജാതി വിഭാഗത്തിന് ലഭിക്കേണ്ട ഫണ്ടുകളിൽ അഴിമതി ആരോപണവുമായി BJP. ലോക്കൽ ബോർഡ് ഡിപ്പാർട്ട്മെന്റിൽ കണക്കുകൾ പ്രകാരം 5.7 കോടിയുടെ തട്ടിപ്പ് നടന്നെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പഠനോപകരണം, വിവാഹ സഹായം തുടങ്ങിയ ഫണ്ടുകൾ പാർട്ടി നേതാക്കളുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടത്തുന്നതെന്നും ഇക്കാര്യത്തിൽ CBI അന്വേഷണത്തിന് സർക്കാർ ശുപാർശ ചെയ്യണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. 6600 കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ് നൽകുമ്പോൾ അതിൽ 1 രൂപ പോലും വകമാറ്റി ചെലവഴിക്കാനോ തട്ടിപ്പ് നടത്താനോ ഒന്നും ഈ സർക്കാരിന് യാതൊരു വിധത്തിലും അധികാരമില്ല. ഏറ്റവും വലിയൊരു പട്ടികജാതി ദ്രോഹമാണ് ഈ സർക്കാർ നടത്തുന്നത്. ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുകയില്ല. കാരണം ഇത്രയധികം പണം ഈ സഹോദരങ്ങൾക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പട്ടികജാതി ദ്രോഹമാണ്, പട്ടികജാതി വിരുദ്ധ നയമാണ് ഈ സർക്കാരിൻ്റെ. കാർഗിൽ യുദ്ധം നടന്നിട്ട് ഇന്നേക്ക് 26 വർഷം. 1999 മെയ് 2-ന് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തോടെ ആരംഭിച്ച സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പോരാട്ടത്തിനൊടുവിൽ വിജയ പതാക പാറിക്കാൻ 527 വീരസൈനികരാണ് ജീവൻ ത്യജിച്ചത്. രാജ്യത്തെ വിവിധയിടങ്ങളിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്ന്. ഏറ്റവും കഠിനമായ പർവ്വത പ്രദേശങ്ങളിലെ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യം അവരുടെ പോരാട്ടവീര്യം പ്രദർശിപ്പിച്ച യുദ്ധം. 1999 മെയ് 2-ന് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തോടെ ആരംഭിച്ച സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു. 72 ദിവസം നീണ്ട യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 527 സൈനികരെയാണ്. ക്യാപ്റ്റൻ വിക്രം ബത്ര, ക്യാപ്റ്റൻ അജിത് കാലിയ, ലീഡർ അഹൂജ തുടങ്ങിയവർ കാർഗിലിൽ യുദ്ധത്തിലെ ജ്വലിക്കുന്ന അധ്യായങ്ങളാണ്. ജൂലൈ 14-ന് പാകിസ്ഥാന് മേൽ ഇന്ത്യ വിജയം നേടിയതായി അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു. ദ്രാസ് മേഖലയിലെ മഞ്ഞുമൂടിയ മലനിരകളിൽ രാജ്യം വിജയക്കൊടി പാറിച്ചു. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പുറമെ രാജ്യത്തെ വിവിധ ഇടങ്ങളിലും കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. വിജയ് ദിവസിന്റെ ഭാഗമായി ദ്രാസിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രദർശനവും നടന്നു. ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പിന്നാലെയുള്ള ആദ്യ വിജയ് ദിവസിൽ അതിർത്തി മേഖലകളിലും സുരക്ഷ ശക്തമാക്കിയിരുന്നു.
പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ ദൃഢനിശ്ചയത്തിന്റെ കാലാതീതമായ ഓർമ്മപ്പെടുത്തലാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വീരമൃത്യു വരിച്ച സൈനികർ എല്ലാ തലമുറയ്ക്കും പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രിയും എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിലും മത്സരം. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകാൻ സാന്ദ്ര തോമസ് എത്തി. പ്രതിഷേധ സൂചകമായി പർദ്ദയിട്ടാണ് പത്രിക നൽകാനെത്തിയത് എന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. മാറിക്കൊടുക്കാൻ തയ്യാറാവണം അവർ എന്നും ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ. ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല. ഞാൻ മാറിക്കൊടുക്കണം. പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് സമ്മതിക്കാതെ വർഷങ്ങളായിട്ട് 10-15 പേര്, ഇപ്പം ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ 10-15 പേര് അടക്കി വാഴുന്നൊരു അസോസിയേഷനാണിത്. ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ 4 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വന്നു. സാന്ദ്രയുടേത് തരംതാണ നടപടിയെന്ന് ലിസ്റ്റിൻ പറഞ്ഞു. ലിസ്റ്റിൻ തലസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ മറുപടി. ഷീല കുര്യൻ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് കൂടിയുണ്ട്. കാര്യം അവർക്കുണ്ടായ ഒരു മോശം അനുഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ച് പറഞ്ഞപ്പോ ലിസ്റ്റിൻ അവരെ കളിയാക്കിക്കൊണ്ടാണ് തിരിച്ചു പ്രതികരിച്ചത്. എന്റെ ഒപ്പം ഷീല കുര്യൻ ഉണ്ട്, നിർമ്മാതാവാണ്, ഞാൻ കൊടുക്കാം. ഷീല കുര്യനാണ്. അതായത് അന്നത്തെ കമ്മിറ്റിയിൽ ഞാൻ ഈ പ്രശ്നം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ എനിക്കത് പറയേണ്ടി വന്നു, ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വന്നു എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച്. പക്ഷെ ആ സമയത്ത് ലിസ്റ്റ് വളരെ പരിഹാസത്തോടെ ഇപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ അന്നത് ബാഡ് ടച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ നമ്മളെ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കുക്കിംഗ് പരിശോധിക്കുകയാണ്. ഏത് അവസ്ഥയിലും നമ്മളത് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണോ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം പരിഹാസം ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. അതായത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കമ്മിറ്റി കൂടുമ്പോ ഒരാൾ ഒരു കാര്യം പറയുമായിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ചിലപ്പോ ഒരു ഹ്യൂമർ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമായിരിക്കുമല്ലോ. അപ്പൊ അതായത് ഒരാളെ എന്താ പറയുക കളിയാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ ഉള്ള ഇതല്ല. അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്താണ് ലിസ്റ്റിൻ കള്ളത്തരം പറയരുത്. അന്ന് തന്നെ ഞാൻ ലിസ്റ്റിനോട് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചതാണ്. ഇത് ശരിയായ രീതിയല്ല, ഇങ്ങനെയല്ല ഒരാള് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ, ഒരു വിഷമം പറയുമ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ലിസ്റ്റിന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ എന്നോട് പറഞ്ഞ മറുപടി, നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് അസോസിയേഷന്റെ പൊസിഷനിലേക്ക് ഇവിടുത്തെ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്ന ആളുകളും ഇവിടെ വരണം എന്ന് ലിസ്റ്റിൻ എന്ന വ്യക്തി തന്നെ എന്നോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതാണ്. ലിസ്റ്റിൻ അന്ന് ആ ചേച്ചിയോട്, ഷീല ചേച്ചിയോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്രയും മോശമായിട്ട് ഒരു സ്ത്രീയോട് കമന്റ് ചെയ്യുന്നത് ലിസ്റ്റിനല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അത് തമാശയാണെന്ന് പറയാനായിട്ട് ഒരു അസോസിയേഷന്റെ ട്രഷററായിട്ടിരിക്കുന്ന ലിസ്റ്റിന് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്ഥാനത്തിരിക്കാൻ താങ്കൾ യോഗ്യനല്ല. ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിന് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല. എന്നെ മറ്റൊരു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു, എന്നെ ഇങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്നോട് മോശമായി പെരുമാറി, ഞാൻ എങ്ങനെയാണ് വീട് വരെ എത്തിയതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇറക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം വളരെ വിഷമത്തോടു കൂടി പറയുമ്പോൾ ലിസ്റ്റിനത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ലൈറ്റാക്കി അതൊരു തമാശയാക്കി വിടാൻ ലിസ്റ്റിന് എങ്ങനെ മനസ്സിലാവും? നമ്മളൊരു സഭയിൽ ഇരുന്നൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അന്ന് എന്തൊക്കെയോ ആരൊക്കെയോ കുറച്ച് ദേഷ്യപ്പെടുകയോ ഏതാണ്ടൊക്കെ ചെയ്തു. അത് സാന്ദ്രയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളൊരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ കുറെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ അതിനെ ഒരു ഡിപ്ലോമസിയിലൂടെയും കൂടെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഡിപ്ലോമസി ആണോന്ന് എനിക്ക് അറിയത്തില്ല.
ലിസ്റ്റിനെ ഡിപ്ലോമസി പഠിപ്പിച്ച സ്കൂള് പൂട്ടേണ്ട സമയമായി. ലിസ്റ്റിനെ പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയാനായിട്ട് ആദ്യം പഠിക്കണം. ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ആസ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അന്ന് ഡിസ്കസ് ചെയ്തപ്പോ തന്നെ ഈവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട്. അത് ഡിസ്കഷനിലൂടെ പോയിട്ട് ഉൾക്കൊണ്ട കാര്യങ്ങളിൽ നിങ്ങൾ നടപ്പാക്കിയ കാര്യം പറയുക. അല്ല, അതാണ് അത് വേറെ കമ്മിറ്റികൾ ഇപ്പൊ ഈവൻ കൂടി നടപ്പാക്കാൻ വേണ്ടിയിട്ട് വേറെ സംഘടനകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് കൂടിയല്ലേ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് നമുക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ടേമിൽ അടുത്ത ഭാരവാഹികൾ വരണോ അത് നടത്താനായിട്ട്? അങ്ങനെയല്ല, അതിന് നിങ്ങൾ ഈ 2 വർഷം നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഈ ഓഗസ്റ്റിൽ 1 വർഷം ആവുകയാണ്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് സാന്ദ്ര. ഇന്ന് ന്യൂസ് 8ന്റെ ചർച്ചയിലും അതുതന്നെയാണ് സാന്ദ്ര ലിസ്റ്റിനോട് ചോദിച്ചതും. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ പർദ്ദ ധരിച്ചാണ് എത്തിയത്. അതിന്റെ രാഷ്ട്രീയം സാന്ദ്ര തന്നെ പറഞ്ഞിരുന്നു. ചോദിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചുകൊണ്ട് നമ്മുടെ ചർച്ചയിലും സാന്ദ്ര സംസാരിച്ചു. ഒപ്പം സാന്ദ്ര ഒറ്റയ്ക്കല്ല എന്നുകൂടി വെളിവാക്കുന്ന രീതിയിൽ ഒരു പാനലായി തന്നെ അവർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അശ്വതി, ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കാണണം. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ സാന്ദ്ര ഒറ്റയ്ക്ക് ആണ് എന്നൊരു തോന്നൽ ഇപ്പോൾ ഈ ഒരു ചർച്ച കാണുന്നവരോ അല്ലെങ്കിൽ ഈ വാർത്ത കാണുന്നവരോ ആർക്കും തന്നെ ഇല്ല. അവർക്കൊപ്പം തന്നെ മറ്റു പലരും കൂടെയുണ്ട്. വ്യക്തമായൊരു ചേരിതിരിവ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സാന്ദ്ര തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പലരും ഇനി ഒപ്പം വരാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ആരൊക്കെയെന്ന് ഇപ്പോൾ പറയുന്നില്ല, വരും ദിവസം അത് മനസ്സിലാകുമെന്ന് പറയുന്നു. ഓഗസ്റ്റ് 14, അടുത്ത മാസം 14-നാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓഗസ്റ്റ് ആദ്യവാരം വരെയും പത്രികാ സമർപ്പണത്തിനുള്ള സമയവുമുണ്ട്. ഇതിനുശേഷം അതൊരു ആരൊക്കെ അന്തിമഘട്ടത്തിലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴേക്കും തന്നെ ഈ പാനൽ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചേരിതിരിവ് വ്യക്തമാകുന്നത് എന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാന്ദ്ര പറയുന്നത് പോലെ നിലവിൽ അവിടെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട്. ഏകപക്ഷീയമായ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു പുതുതായി ഒരാൾക്ക് കടന്നു വരാൻ കഴിയില്ല, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവിടേക്ക് വരാൻ കഴിയില്ല എന്ന് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ലിസ്റ്റൻ സ്റ്റീഫൻ ഔദ്യോഗിക പക്ഷത്ത് നിന്ന് അത് നിഷേധിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ പരാതിയിൽ സാന്ദ്ര നേരത്തെ നൽകിയ പരാതിയുണ്ട്. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അവരോട് സംസാരിച്ചു എന്നതടക്കമുള്ള പരാതിയുണ്ട്. അതിൽ ഈ അസോസിയേഷനിലെ ഭാരവാഹികൾക്കെതിരെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതൊരു വിചാരണ നടപടികളിലേക്ക് അടക്കം പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ അവർ നൽകിയിരിക്കുന്ന പരാതിയിൽപ്പെട്ടവർക്കെതിരെ ഈ പ്രതികളാക്കപ്പെട്ടവർ പോലും ഈ മത്സര രംഗത്തേക്ക് വരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പലരും ഈ ഇപ്പോഴുള്ള ഭാരവാഹിത്വത്തിൽപ്പെട്ടവർ അവർ തുടരാൻ തന്നെ തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് അവരെ നേരിടാൻ താൻ മത്സരരംഗത്തേക്ക് ഇറങ്ങിയതെന്ന് സാന്ദ്ര വ്യക്തമാക്കുകയും ചെയ്യുന്നു. താൻ ഒറ്റയ്ക്കല്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. താനിപ്പോൾ ആദ്യഘട്ടത്തിൽ പത്രികാ സമർപ്പണത്തിന് ഇവിടേക്ക് വന്നു, പക്ഷെ പിന്നാലെ പലരും തന്നെ എത്തുന്നുണ്ട്. അതൊരു പാനലായി രൂപപ്പെടും എന്ന് തന്നെയാണ് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള കടുത്ത ഒരു മത്സരത്തിലേക്ക് എന്നത് മാത്രമല്ല, ഒരു വിഭാഗീയതയിലേക്ക് അടക്കം അവർ ഒരു ഔദ്യോഗിക പക്ഷത്തിന് നേരെ തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. വരുന്ന ദിവസങ്ങളിൽ ഇനി ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസ്താവനകളിലേക്കും പത്രികാ സമർപ്പണത്തിലേക്കും വരിക എന്നതാണ് ഇനി അറിയേണ്ടത്. അശ്വതി. ശരി ഡാനി. RSSന്റെ ഉന്നത വിദ്യാഭ്യാസ സമ്മേളനമായ ജ്ഞാനസഭയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നതിനെ ചൊല്ലി CPMൽ വിവാദം. പങ്കെടുക്കണമോ എന്ന് VC-മാർക്ക് വ്യക്തിപരമായി തീരുമാനിക്കാമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. എന്നാൽ RSS മേധാവി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നത് അപമാനകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. SFIക്കും ഇതേ നിലപാടാണ്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, കുഫോസ്, സെൻട്രൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർക്കാണ് ജ്ഞാനസഭയിലേക്ക് ക്ഷണം. സമാപന സമ്മേളനത്തിൽ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുക്കും. മാലദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി. ഇന്നലെ മാലദ്വീപിലെത്തിയ നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. ഇന്ത്യയും മാലദ്വീപും 8 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. 4850 കോടി രൂപ മാലദ്വീപിന് വായ്പ നൽകാനും വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമാണ് കരാർ. സന്ദർശനം പൂർത്തിയാക്കി മോദി ഇന്ന് തിരിച്ചെത്തും. വയറുവേദനയുമായി എത്തിയ 40-കാരിയുടെ വയറ്റിൽ നിന്ന് ലഭിച്ചത് 41 റബ്ബർ ബാൻഡുകൾ. അപൂർവമായ സംഭവം നടന്നത് പാറശാല സരസ്വതി ആശുപത്രിയിലാണ്. സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി സുഖം പ്രാപിക്കുകയാണ്.
വൈദ്യശാസ്ത്രത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള അപൂർവ സംഭവത്തിനാണ് പാറശാല സരസ്വതി ആശുപത്രി സാക്ഷ്യം വഹിച്ചത്. കൊല്ലങ്കോട് സ്വദേശിനിയായ 40-കാരി ദിവസങ്ങൾക്ക് മുൻപാണ് കടുത്ത വയറുവേദനയുമായി ചികിത്സ തേടിയെത്തിയത്. സ്കാനിംഗ് പരിശോധനയിൽ ചെറുകുടലിൽ രൂപപ്പെട്ട മുഴ വരുത്തിയ തടസ്സമാണ് വേദനയ്ക്ക് കാരണമെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. പിന്നാലെ യുവതിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയായിരുന്നു. മുഴ നീക്കാൻ ചെറുകുടൽ തുറന്ന് പരിശോധിച്ച ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. നിരവധി റബ്ബർ ബാൻഡുകൾ ഒന്നിച്ചു കൂടിച്ചേർന്ന് ഒരു പന്തുപോലെ രൂപപ്പെട്ട് ചെറുകുടലിനെ പൂർണ്ണമായി തടസ്സപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു. മുഴ നീക്കം ചെയ്തു നോക്കിയപ്പോൾ മുഴുവൻ 41 റബ്ബർ ബാൻഡുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. രോഗി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. റബ്ബർ ബാൻഡുകൾ ഒന്നിനു പുറകെ ഒന്നായി ചുറ്റിപ്പിണഞ്ഞ് ഒരു ബോൾ പോലെ ആയിട്ട് ആ കുടലിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ റബ്ബർ ബാൻഡുകളെ എല്ലാം റിമൂവ് ചെയ്ത് കുടലിൽ തുന്നിക്കെട്ടുകയാണ് ചെയ്തത്. രോഗി ഇപ്പോൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു വരുന്നു. ഈ റബ്ബർ ബാൻഡ് കൊണ്ട് ചെറുകുടലിൽ തടസ്സമുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ആദ്യത്തെ കേസായിരിക്കുമെന്നാണ് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. കാരണം ഈ റബ്ബർ ബാൻഡ് ബെസോർ എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ വൈദ്യശാസ്ത്രത്തിലെ ലിറ്ററേച്ചറുകളിൽ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഈ മധ്യവയസ്കയ്ക്ക് റബ്ബർ ബാൻഡ് വായിലിട്ട് ചവയ്ക്കുന്ന ശീലമുണ്ടായിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ വയറിൽ പോയത് കാരണമുള്ള ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു സംഭവം അപൂർവമാണെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി. ന്യൂസ് 18 പാറശാല. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളത്തിൽ MS ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.